ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേര് എങ്ങനെയാണ് OMR ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് OMR എങ്ങനെ കൃത്യമായി ഫില്ല് ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കേരള PSC നൽകുന്ന OMR ഷീറ്റ്. ഇത് കേരള PSCയുടെ ഒറിജിനൽ OMR ഷീറ്റാണ്. ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കളർ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ ക്ലാരിറ്റി കുറവുണ്ട്, കാര്യം അതൊരു ഫോട്ടോ ആയിട്ട് ഗൂഗിളിലുള്ളതാണ്. പക്ഷേ ഈ കാണുന്നതാണ് കറക്റ്റായിട്ടുള്ള OMR. ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന സെക്ഷനാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എഴുതേണ്ട ഭാഗമാണ്. ഇവിടുന്ന് 1 മുതൽ നമുക്ക് 100 വരെയുണ്ട്. നമുക്ക് 100 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ABCD എന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം A ആണെങ്കിൽ നമ്മൾ Aയിൽ കറുപ്പിക്കണം. രണ്ടാമത്തേൻ്റെ ഉത്തരം C ആണെങ്കിൽ നമ്മൾ Cയിൽ കറുപ്പിക്കണം. മൂന്നാമത്തേൻ്റെ ഉത്തരം B ആണെങ്കിൽ നമ്മൾ B കറുപ്പിക്കണം. അങ്ങനെ കൃത്യമായി നമ്മൾ നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ആൻസർ കറുപ്പിക്കാവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് 1 അറിയാം, 1 കറുപ്പിച്ചു. പിന്നെ നിങ്ങൾക്ക് 10 അറിയാവുന്നതെങ്കിൽ 10 കറുപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് 14, 15, 16 അറിയാമെങ്കിൽ അങ്ങനെ കൃത്യമായി നോക്കണം. ഇത് തന്നെയാണോ ഉറപ്പ് വരുത്തണം. കാര്യം ഇവിടെ 1 തെറ്റിപ്പോയി കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കറുപ്പിക്കുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നമുക്ക് കറുപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ കറുപ്പിക്കുക. ഇനി ഈ ഭാഗം ഇവർ ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് കീറിയെടുക്കാൻ പറ്റും. അവർ ലാസ്റ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് മാത്രമേ കീറിയെടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. പിന്നെ ഇവിടെ ഒന്നും നമ്മൾ വേറെ ഒന്നും എഴുതരുത്, വേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. പിന്നെ കണ്ടോ, ഇത് A നമ്മുടെ ക്വസ്റ്റ്യൻ കോഡ് അനുസരിച്ചിട്ട് തന്നെ നമ്മുടെ സീറ്റിലൊക്കെ എഴുതി വെച്ചേക്ക് നമുക്ക് കിട്ടേണ്ട ഏത് കോഡാണെന്നുള്ളത്, ക്വസ്റ്റ്യൻ കോഡ് തന്നെ ആണോ ഇതെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ ആണ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാം. ഈ ഭാഗം നമുക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. വേണ്ട, മാർക്ക് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള രീതി അവർ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശത്തും അവർ നിർദ്ദേശങ്ങളെന്ന രീതിയിൽ കൃത്യമായ മാർക്കിംഗ് എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, കൃത്യമായിട്ട് ഇങ്ങനെ ഫില്ലായിട്ട് നിൽക്കണം. അല്ലാണ്ട് നമ്മളിങ്ങനെ പകുതി കറുപ്പിച്ച് ഒരറ്റത്തൊരു കുത്തിട്ട് അങ്ങനെയൊന്നും പോകരുത്. പിന്നെ ഈ കോളത്തിന് വെളിയിലോട്ടും പോകരുത്. അപ്പോൾ ഇത് 1 to 100 നമുക്കറിയാവുന്ന ആൻസേഴ്സൊക്കെ നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ സെക്ഷൻ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഇനി ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ വലിയ കാര്യമൊന്നുമില്ല, സംഭവം വളരെ സിമ്പിളാണ്. വലിയ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി സാവധാനത്തിൽ വേണം ഫില്ല് ചെയ്യാൻ, വെപ്രാളവും വേണ്ട. ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലൊന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. സാധാ ഒരു സാധനം, അത്രയും മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റോൾ നമ്പർ കൃത്യമായിട്ട് അങ്ങ് ഫില്ല് ചെയ്യുക. നമ്മുടെ റോൾ നമ്പറിൽ ഇപ്പോൾ Z എന്ന് പറഞ്ഞിട്ട് ഒരു 6 നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ S എന്ന് പറഞ്ഞിട്ട് 6 നമ്പർ ആയിരിക്കാം. കൃത്യമായി നമ്മൾ ആദ്യം ഒന്ന് റോൾ നമ്പർ വായിക്കണം. ആ റോൾ നമ്പർ തന്നെ നിങ്ങളുടെ സീറ്റിൻ്റെ അടുത്തും കൃത്യമായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടുത്തോട്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതണം. ഇപ്പോൾ Z ആണെങ്കിൽ നിങ്ങൾ Z എന്ന് എഴുതി, അതിനുശേഷം ഇപ്പുറത്തോട്ട് ഇപ്പോൾ ഞാൻ ഇഷ്ടമുള്ളത് ഒരെണ്ണം എഴുതുകയാണ്, നിങ്ങൾ അവരവരുടെ എഴുതുക. 9 3 2 0 5 2 ഇങ്ങനെ നമ്മൾ കറക്റ്റ് ഞാൻ കണ്ടോ, ഇതിപ്പോൾ എൻ്റെ കോളം ഞാൻ ഈ വീഡിയോ പിടിച്ചേക്കുന്നതുകൊണ്ട് കോളത്തിന് വെളിയിലോട്ട് പോകുന്നുണ്ട്. കോളത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് കൃത്യമായി ആ നമ്പേഴ്സ് എഴുതുക. ഓക്കെയാണ്, കൃത്യമായിട്ട് ആ നമ്പേഴ്സ് കോളത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് എഴുതുക. ഇനി 9ൻ്റെ നേരെ 9 എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ കറുപ്പിക്കേണ്ടത്. ഇവിടെ 0 1 2 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. 9 മാത്രം ഇപ്പുറത്തോട്ടൊന്നും പോകാണ്ട് 9 കറുപ്പിച്ചു. അതിനുശേഷം ഇത് 3 ആണെങ്കിൽ 3യുടെ നേരെ 1 2 3, അപ്പോൾ 0 ആണ് ആദ്യം. അപ്പോൾ കറക്റ്റ് 3 ഇങ്ങനെ കറക്റ്റായിട്ട് കറുപ്പിക്കണം. അതിനുശേഷം 0 1 2 എന്നല്ലേ, 0 1 2, അപ്പോൾ 2 കറുപ്പിക്കണം. ഇനി 0 കറുപ്പിച്ചു. അടുത്ത ശേഷം 0 1 2 3 4 5 ഇങ്ങനെ 5 കറുപ്പിച്ചു. 0 1 2 അങ്ങനെ കൃത്യമായിട്ട് ഇതിനനുസരിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ 9 ആണെങ്കിൽ 9, 3 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 2, 0 ആണെങ്കിൽ 0, 5 ആണെങ്കിൽ 5, 2 ആണെങ്കിൽ 2. ഇനി കറുപ്പിക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിക്കരുത്, ഇതെല്ലാം തെറ്റാണ്. ഒരു കറുപ്പിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായി ആ കോളം ഇങ്ങനെ എടുത്തിട്ട് ആ കോളത്തിന് വെളിയിൽ പോകാണ്ട് കൃത്യമായി ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് കറുപ്പിക്കുക എന്ന് പറയുന്നത്. കോളത്തിന് വെളിയിൽ പോകരുത്, കോളത്തിന് വെളിയിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തോട്ടും പോകരുത്, എന്നാൽ പകുതിയെ കറുപ്പിക്കുക, അങ്ങനെയും പാടില്ല. കണ്ട് ഇവർ ഈ കാണിച്ച ഇതാണ് കറക്റ്റ് രീതി, കറുപ്പിക്കേണ്ട കറക്റ്റ് രീതി ഇതാണ്. ഇനി നമ്മളിവിടെ കറക്റ്റായിട്ടായിരിക്കണം
ഈ ഒരു ഭാഗം റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ നിങ്ങൾ കൃത്യമായിട്ടായിരിക്കണം ചെയ്യുന്നത്. പതുക്കെ ചെയ്യുക. 15 മിനിറ്റോളം നമുക്ക് സമയമുണ്ട്. എനിക്ക് തോന്നുന്നു അരമണിക്കൂറോളം സമയമുണ്ട്. അതിനകത്ത് 15 മിനിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ സാവധാനം നിങ്ങൾ ചെയ്യുക. ഒരു 5 മിനിറ്റെങ്കിലും എടുത്ത് പതുക്കെ കൃത്യമായി നമ്പർ ആദ്യം ഇങ്ങനെ എഴുതുക. എന്നിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഓക്കെ ആണോ? ഇങ്ങനെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. 1 2 വട്ടം ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ കറുപ്പിക്കാവുള്ളൂ. പ്രത്യേകിച്ച് ആദ്യം എഴുതുന്നവരടുത്താണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ആദ്യം കാണുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങൾ ജനിച്ചതാണ് ചോദിച്ചത്. നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. അല്ലാതെ ഇത് ബർത്താന്ന് പറഞ്ഞാൽ അവിടെ പോരുന്ന് അങ്ങനെ എഴുതരുത്. ഇത് തന്നെയാണ് അവിടെ, എങ്കിലും വായിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജനന ഡേറ്റ് ആണ് വേണ്ടത്. ആദ്യം നമുക്ക് എഴുതേണ്ടത് ഡേറ്റ് ആണ്. അപ്പോൾ 12, 5-ാം മാസമാണെങ്കിൽ 5 കൃത്യമായി കോളത്തിൽ നിർത്തി എഴുതുക. 98 ആണെങ്കിൽ 98. അങ്ങനെ കൃത്യമായി നമ്മുടെ ജനന ഡേറ്റ് ആണ് വേണ്ടത്. അതിനുശേഷം ഇവിടെ കണ്ടോ, എക്സാമിനേഷൻ്റെ ഡേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ എക്സാമിനേഷൻ്റെ ഡേറ്റ്, ഇപ്പോൾ നാളത്തെ എക്സാം ആണെങ്കിൽ 17, അതുപോലെ വരുന്നത് നാളത്തെ മാസം 08, ഇനി 2024. അപ്പോൾ ഇവിടാണ് എക്സാമിനേഷൻ്റെ ഡേറ്റ്. അത് രണ്ടും കൃത്യമായി ഫില്ല് ചെയ്യുക. ഇനി ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ കാറ്റഗറി നമ്പർ എഴുതൂ, അല്ലെങ്കിൽ എക്സാമിനേഷൻ ഏതാണെന്ന് എഴുതൂ. നാളത്തെ കാറ്റഗറിയുടെ കോഡ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എന്തായാലും ഒരു 108ാമത്തെ എക്സാം എങ്ങാണ്ടായിരിക്കും. കാറ്റഗറി കോഡ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ 52 2024 കേരള PSC എക്സാം ആണെങ്കിൽ അങ്ങനെ എഴുതുക. എന്നിട്ട് ഇതിപ്പോൾ ക്ലർക്ക് എക്സാം ആണെങ്കിൽ ക്ലർക്ക് ആ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ കാറ്റഗറി നമ്പരും അവിടെ എഴുതി കാണും. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള എക്സാം ആണെന്നും അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവിടെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കാറ്റഗറി നമ്പർ മാത്രം എഴുതിയാലും മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്ലറിക്കൽ എക്സാം അവിടെ എഴുതിയേക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഹോൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കാറ്റഗറി നമ്പരും അതുപോലെ എന്തിനു വേണ്ടിയിട്ടുള്ള എക്സാം ആണെന്ന്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് എഴുതാം. ഈ ഭാഗത്തിനൊന്നും വലിയ പ്രശ്നമില്ല. തെറ്റിപ്പോയാലൊന്നും ഇതൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ കൃത്യമായി നിങ്ങൾ കാറ്റഗറി നമ്പർ എഴുതുക. എന്തിൻ്റെ എക്സാം ആണെന്ന് PSC ആ ഹാൾ ടിക്കറ്റിൽ തന്നേക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇവിടെയാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതുന്ന ഈ ഭാഗമാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഏതാണ്ട് ഇവിടെ നമ്മുടെ എന്താണ് എഴുതേണ്ടത്, ബർത്ത്, നമ്മൾ ജനിച്ച തീയതികളാണ് എഴുതേണ്ടത്. ഡേറ്റ്, മാസം, വർഷം. ഇത് ഇന്നത്തെ എക്സാമിൻ്റെ ഡേറ്റ് ആണ് എഴുതേണ്ടത്. ഡേറ്റ്, മാസം, വർഷം. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ആരാണോ ഇൻവിജിലേറ്റർ, നിങ്ങളുടെ ടീച്ചർ ആരാണോ, ടീച്ചർ വന്നാണ് ഒപ്പിടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ OMR ഫില്ല് ചെയ്യുന്നതിൽ. അപ്പോൾ ഇതാണ്ട് ഈ ഭാഗമൊക്കെ നമ്മൾ വലുതായിട്ട് എന്ത് ചെയ്യരുത്, അവിടെ ഒന്നും നമ്മൾ കൂടുതൽ കൈയൊക്കെ വെച്ച് നമ്മൾ നശിപ്പിക്കരുത്. കാര്യം ഇതാണ് സ്കാൻ ചെയ്യുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇവിടെ കൂടുതൽ നമ്മൾ കുളവാക്കാൻ നിൽക്കരുത്. പിന്നെ ഇവിടെ കൃത്യമായി നമ്മൾ ഫില്ല് ചെയ്യുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്കിതിനകത്ത് പറയാനായിട്ട്. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വലിയ ടെൻഷനൊന്നും അടിക്കാണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഭാഗം നിങ്ങൾ തെറ്റിക്കാണ്ട് മാക്സിമം ശ്രദ്ധിച്ച് പതുക്കെ തന്നെ സമയമെടുത്ത് ചെയ്യുക. അപ്പോൾ ഒരുപാട് എക്സാം എഴുതി പ്രാക്ടീസ് ഉള്ളവർക്ക് ഇതൊന്നും വലിയ കാര്യമേ അല്ല. ആദ്യമായി എഴുതുന്നവർക്ക് ചില ടെൻഷൻസ് ഒക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ.